ഇന്നലത്തെ പ്രശ്നങ്ങളെല്ലാം ഒരുമാതിരി വല്ലാതായി. നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്ന് അതുപോലെ ആയിരിക്കും. നിക്ക് ഇതാ കണ്ട ഒരാൾക്കൂട്ടം കണ്ട, ആൾക്കൂട്ടം കണ്ടാൽ നമ്മൾ ഇടപെടണം. തങ്കച്ച സാർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്, ആൾക്കൂട്ടം കണ്ടാൽ നമ്മൾ ഇടപെടണം. മനസ്സിലായോ? അതുകൊണ്ട് ഇടപെടാം. വാ, സമയം. അതെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇടപെട്ടാ പോരെ. ഒറ്റ എണ്ണം തരും. പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ഉണ്ടാക്കണോടാ, ഉണ്ടാക്കി ഇടപെടണം. അതാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ. ഈ കാണുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ പൊട്ടിമുളച്ചാന്ന് എന്റെ വിചാരം. അതൊക്കെ നമ്മുടെ തലപ്പത്തിരിക്കുന്നവർ ഉണ്ടാക്കുന്നതാണ്. അതാണ് പരിഹരിക്കാൻ എളുപ്പമാണെന്ന് അവർക്ക് മനസ്സിലായി. അസാധ്യം അസാധ്യം. ആ, നിനക്ക് മനസ്സിലായി. നീ മിടുക്കനാ. നീ ഒരുപാട് മേളിക്ക്. പക്ഷെ ഇതിന് മേളിൽ കയറരുത്. വലിച്ചാ താഴെ. ഇനി എന്നെ നോക്കിക്കൊണ്ടിരുന്നോ? വാ ഇങ്ങോട്ട്. ഇത്രയും ബുദ്ധിയൊക്കെ സാറിന് ഇത് എവിടെ? അതൊക്കെ ഉണ്ട്. ആദ്യം ഭക്ഷണം. ഇവന്റെ മുഖം കണ്ടോ? വിശന്ന് നിൽക്കുക. വാ വേഗം നിക്ക്. അമ്മച്ചി ഇമാര് വിശന്ന് വരുവാ. പ്രായവും നോക്കത്തില്ല, വലിച്ചു കയറി തിന്നും. നമസ്കാരം. 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 പയ്യന്മാര് കഴിക്കാൻ വന്ന്. ഓ, എല്ലാം ഉണ്ടല്ലോ. കഴിച്ചാട്ട്. ഈ പഴം ഇപ്പോഴേ തൂക്കണ്ടായിരുന്നു. പിന്നെ പഴത്തിന് തൂക്കിയാൽ മതിയായിരുന്നു. ആണോ? ഇനിയിപ്പം വിറകാട്ട് ഉപയോഗിക്കാം. എല്ലാവരും തൃപ്തിയായിട്ട് കഴിച്ചല്ലോ. പിന്നെ മനോഹരമായിട്ട് കഴിച്ചു. വല്ലപ്പോഴുമേ ഇതുപോലത്തെ കച്ചവടം കിട്ടാറുള്ളൂ. ബില്ല് വേണോ മാഷേ? ബില്ലോ? എനിക്കോ? എനിക്കെന്തിനാ ബില്ല്? അല്ല, പൈസ തരുമ്പോ വലിയ എമൗണ്ട് ആൾക്കാർ ബില്ല് ചോദിക്കും. അയ്യോ, തങ്കച്ച സാർ പ്രത്യേകം പറഞ്ഞു, ക്ലാസ് കഴിഞ്ഞ പയ്യന്മാർ ഇവിടുന്നേ കഴിക്കാവൂന്ന്. അപ്പൊ പൈസ? ഇത് പ്രാക്ടിക്കൽ ക്ലാസ് ആണ്. എങ്ങനെയാണ് ഒരു സമരം കഴിഞ്ഞ് ഓസിന് ഭക്ഷണം കഴിക്കുന്നതെന്ന് രാഷ്ട്രീയം പഠിക്കുന്ന പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തതാ. എന്റെ പൈസതാ. ഇവിടെ രാഷ്ട്രീയം വലിയ മണ്ണാങ്കട്ടയില്ല. അയ്യോ, അതൊക്കെ ഇവിടെ വരും. അതിനാണ് ഗണപതി പിള്ളയും തങ്കച്ച സാറും എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അടുത്ത ക്ലാസ് ബസ്സിന് എങ്ങനെ കല്ലെറിയാം എന്നതിനെ കുറിച്ച്. അതിപ്പം ഇവിടുന്ന് തന്നെ തുടങ്ങണോ? അയ്യോ വേണ്ട, ഒന്ന് പോയി തന്നാ മതി. അത് ബുദ്ധി, അങ്ങനെ വേണം. ഓ എടാ ബ്രട്ടാസേ, എന്റെ കാശ് പോയല്ലോടാ. പെരുമാൾ ദേശം നിവാസികൾ, ഇന്നത്തെ ദിവസം നമ്മുടെ ഗ്രാമത്തിന്റെ ചരിത്രം തങ്കലിപികളാൽ എഴുതപ്പെടാൻ പോവുകയാണ്. നമ്മുടെ ഗ്രാമത്തിൽ പാലാ തങ്കച്ചൻ എന്ന ബുദ്ധി രാക്ഷസൻ രാഷ്ട്രീയത്തിന്റെ വിത്ത് വിതച്ചു കഴിഞ്ഞു. ആ വിത്ത് മുളപ്പിക്കുവാൻ വേണ്ടി കുറച്ചു വെള്ളവും കുറച്ചു വളവുമായി ആ മഹാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. വെറുമൊരു മഹാനല്ല അദ്ദേഹം. ഷിക്കാഗോയിൽ വെച്ച് ഏതൊക്കെയോ രാജ്യങ്ങൾ തമ്മിൽ നടന്ന സർക് ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വാതോരാതെ സംസാരിക്കാൻ പോയി. വിമാനത്താവളത്തിൽ നിന്ന് നേരെ ജനലക്ഷങ്ങളുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തുറന്ന വാഹനത്തിൽ പുതുപ്പള്ളി വിൽസൺ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതുപ്പള്ളി വിൽസൺ തുറന്ന വാഹനത്തിൽ ജനലക്ഷങ്ങളുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പുതുപ്പള്ളി വിൽസൺ പുതുപ്പള്ളി വിൽസൺ പുതുപ്പള്ളി വിൽസൺ പുതുപ്പള്ളി വിൽസൺ പുതുപ്പള്ളി വിൽസൺ. ഒരു പടക്കേ ഉള്ളൂ. ടയർ വെടി തീർന്നതാ. എന്തുവാടാ? പുതുപ്പള്ളി വിൽസൺ പുതുപ്പള്ളി വിൽസൺ. അഭിവാദനങ്ങൾ കേട്ടോ. നമസ്കാരം ചേട്ടാ, സുഖാണല്ലോ അല്ലേ? അല്ലെങ്കിലോ? വേണ്ടായിരുന്നു. ഇതെന്നെ ഒരു ചുമല കമ്മ്യൂണിസ്റ്റ് ആണോ? വിളിച്ചപ്പാടാ, പക്ഷെ ഇപ്പൊ ഇത്തിരി പാടാ. ഒത്തിരി പാടാ. പോടാ നോക്കി മെല്ലെ. ഹലോ ഭാഗ്യം കേട്ട്. റെസ്പെക്ടഡ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്നല്ലേ? ലേഡീസ് ഉണ്ടാവുമ്പോൾ നിന്നെ പോലുള്ള ജെന്റിൽമാൻമാർ അവിടെ വന്ന് നിൽക്കുമല്ലോ. സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 16 അടിയന്തര സ്വഭാവമുള്ള യോഗങ്ങളിൽ പങ്കെടുക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. 16 അടിയന്തര സ്വഭാവമുള്ള യോഗങ്ങൾ. അങ്ങനെ ഇതിനിടയിൽ ആറ്റിങ്ങൽ ഭാഗത്ത് ഒരു കുടുംബശ്രീ യൂണിറ്റിന്റെ പേരിലുള്ള ജൈവ കൃഷിത്തോട്ടത്തിന്റെ ഉദ്ഘാടനത്തിൽ കൂടി ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അവിടെ വെച്ച് എന്നെ ഒരു മൂർഖൻ കൊത്തുകയും ചെയ്തു. അല്ല, ജൈവത്തോട്ടമാണല്ലോ, അതിന് വിഷം ഉണ്ടായിരുന്നില്ല മൂർഖനെ. എന്റെ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ട്, എന്റെ തൊണ്ടയ്ക്ക് വയ്യ, ഇതൊന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെയും എന്റെയും വിലയേറിയ സമയം കളയുന്നില്ല. ഒന്ന് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ശ്രദ്ധിച്ചോട്ടെ. പ്രശസ്ത ജർമ്മൻ സാഹിത്യകാരനായ നിക്കോളാസ് കേജ് അദ്ദേഹത്തിന്റെ അനോട്ടേഷൻസ് ആർ ദ മിയർ മോഡറേഷൻ ഓഫ് നേഷൻ എന്ന പുസ്തകത്തിൽ പഠിക്കണമായിരുന്നു. അങ്ങനെ ഒരു പുസ്തകമുണ്ട്. പുസ്തകത്തിൽ പറയുകയുണ്ടായി, രാഷ്ട്രീയ ചിന്താഗതികൾ കടന്നു ചെന്നിട്ടില്ലാത്ത നാട്, അല്ലെങ്കിൽ രാഷ്ട്രീയ അനുഭാവങ്ങൾ വെച്ചു പുലർത്താത്ത വ്യക്തിത്വങ്ങൾ, ഇതെല്ലാം മൃഗങ്ങൾക്ക് തുല്യമാണ് എന്ന്. ശ്രീ ഗണപതിയുടെ ശ്രമത്തിന്റെ ഫലമായിട്ട് രാഷ്ട്രീയ ചിന്താഗതികള്
നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് അവന്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഏത് നിമിഷവും നമ്മുടെ നാട്ടിലേക്ക് അവൻ കടന്നു വരിക തന്നെ ചെയ്യും. അവന്റെ വരവിലൂടെ അല്ലാതെ നമുക്ക് മറ്റൊരു രക്ഷയില്ലെന്നുള്ളതാണ് സത്യം. ഗ്ലോറി പ്രൈസ് ദി ലോർഡ്. അവന്റെ വരവിന് വേണ്ടി ഈ സമയത്ത് എല്ലാവരും നമ്മളുടെ കൈകൾ മുകളിലേക്ക് ഉയർത്തി മുട്ടിപ്പായി പ്രാർത്ഥിക്കുവിൻ സുഹൃത്തുക്കളെ, പ്രാർത്ഥിക്കുവിൻ. മുടി നീട്ടിയ സഹോദരന്റെ പാപങ്ങൾ പോട്ടെ, കൈകൾ തട്ടുവിൻ. അവന്റെ വരവിനായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എന്റെ ആൾക്കാരുണ്ട്, എന്റെ പാപങ്ങൾ പോക്കുവാൻ ആൾക്കാരുണ്ട്. കമോൺ കമോൺ എവരിബഡി, നിങ്ങളുടെ കൈകൾ മുകളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. നീ പാസ്റ്റർ ആണല്ലേ? ഗ്ലോറി. എന്ത്? സോറി. കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തി കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല. കച്ചറ കാട്ടി 2 കിഡ്നികളാണ് സുഹൃത്തുക്കളെ തകരാറിലായിരിക്കുന്നത്. കച്ചറ കാട്ടി നടക്കും, കിച്ചറ കാട്ടി വെടക്കായി. കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തി 2 കിഡ്നികളാണ് സുഹൃത്തുക്കളെ തകരാറിലായിരിക്കുന്നത്. കച്ചറ കാട്ടി നടക്കും, കിച്ചറ കാട്ടി വെടക്കായി. കിഡ്നിയുടെ കുഴപ്പം കൊണ്ട് നടു ഒടിഞ്ഞു. വേദന കൊണ്ട് അദ്ദേഹം പുളയുകയാണ്. കൈക്കോട്ടും കണ്ടിട്ടില്ല. ഇത് ഞാനല്ലേ? സാറേ സാറേ സത്യം പറയടാ. സാറേ ഞാനൊരു പാവാ സാറേ. എവിടെ നിന്ന് കിട്ടി എന്റെ ഫോട്ടോ? സാറേ ഞാനൊരു സ്റ്റുഡിയോ ഒന്ന് കട്ടെടുത്തതാ. വേറെ ആരുടെയും ഫോട്ടോ കിട്ടിയില്ല നിനക്ക്? വേറെ ആർക്കും കിഡ്നി പോയ എന്റെ ചായ ഇല്ല സാറേ. എടാ, സാറേ അങ്ങനല്ല സാറേ, ഞാൻ പറയാം സാറേ. പിന്നെ എങ്ങനെയാ? ആൾക്കാർക്ക് പൈസ തരാൻ തോന്നണ്ടേ സാറേ? സാറിന്റെ മുഖത്തുള്ള ആഡിത്തം, മനുഷ്യത്വം, ലാളിത്യം, തേജസ്, സൗന്ദര്യം, ഇതൊക്കെ കൊണ്ടല്ലേ സാറേ ആൾക്കാർ പൈസ തരുന്നത്? ഇതൊന്നും വേറെ ആർക്കും ഇല്ലേ? വേറൊരൊറ്റ മനുഷ്യനില്ല. ബൈ ബർത്താ. ഓക്കെ സാറേ, താങ്ക് യു സാർ. സാറേ എന്റെ പൈസ എടുക്കരുത് സാറേ. എന്റെ പേര് പിരിച്ച പൈസ അല്ലേ? ഇത് എന്റെ കയ്യിലിരിക്കട്ടെ. സാറേ ഇത് ഞാൻ കഷ്ടപ്പെട്ട് പാടി ഉണ്ടാക്കിയ പൈസ. പാടി പൈസ ഉണ്ടാക്കാൻ നീ ആരാ? യേശുദാസ? പോടാ. മേലാൽ ഈ വക ഉടായ്പകളായിട്ട് ഇറങ്ങിയാലുണ്ടല്ലോ. പോടാ പോടാ. കാശ് സാറേ. പോവാനല്ലേ പറഞ്ഞത്? പോടാ. നിക്കണം. എടാ നിനക്കിവിടെ പൈസ കിട്ടുന്ന കാര്യമാ. ഇവിടെ വാ, ഇവിടെ വാടാ. നിനക്ക് പ്രസംഗിക്കാൻ അറിയോ? കാശ് കിട്ടുവാണെങ്കിൽ എന്ത് നാരത്തരോ ഞാൻ ചെയ്യും. അതെനിക്കറിയാം. സാറിന് എന്ത് വേണം? സാധാ പ്രസംഗം മതിയോ അതോ തീപ്പൊരു പ്രസംഗം വേണോ? ഓരോന്നിനും ഓരോ റേറ്റ് ആണേ. ഓഹോ, അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്. 20 രൂപയോ? ഇത് സാധാ പ്രസംഗത്തിനുള്ളതേ ആയുള്ളൂ. അല്ല, ഇന്നു മുതൽ ഇത് തീപ്പൊരി പ്രസംഗത്തിന്റെ റേറ്റ് ആണ്. ആര് ഫിക്സ് ചെയ്തു? ഞാൻ ഫിക്സ് ചെയ്തു. എന്ന് മുതൽ? ഇന്നു മുതൽ. അഥവാ 20 രൂപയ്ക്ക് ഞാൻ പ്രസംഗിച്ചില്ലെങ്കിലോ? നിന്റെ ഫോട്ടോ വെച്ച് നിന്റെ കിഡ്നി പോയെന്ന് പറഞ്ഞു നീ തന്നെ വീൽ ചെയറിലിരുന്ന് പാടേണ്ടി വരും. പ്രസംഗിക്കാം. അതാ നല്ലത്. 2 4 ദിനം കൊണ്ടോരുത്തനെ തണ്ടിയിലേറ്റി നടത്തുന്ന തുമ്പവാൻ. സ്കൂളിൽ പഠിച്ചതാ പൂന്താനത്തിന്റെ ആനപ്പാപ്പാന. ഞാനപ്പാന. അല്ല എന്തൊരു ഫിലോസഫിയാ ഇത്രയും നാൾ മുമ്പ് എഴുതിയിട്ടും. ശരിക്കും ഇതല്ലേ തങ്കച്ചൻചാറിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? നിലച്ചിരിക്കാതെ പാർട്ടിയിൽ നിന്ന് സീറ്റ് കിട്ടുക, സ്ഥാനാർത്ഥിയാവുക. തങ്കച്ചൻ സാറൊക്കെ ബിസിയായി പോയേ. ഇനിയിപ്പോ കാർത്തിയുടെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? മളിക മുകളേറിയ കാർത്തിയുടെ തോളിൽ മാറാപ്പുകേറ്റുന്നത് നമ്മളൊക്കെ തന്നെ. അവന്റെ കണ്ണിൽ ഓറഞ്ചിന്റെ തൊലിയെടുത്ത് ഒറ്റ ചീറ്റ് വെച്ച് കൊടുക്കണം. കണ്ടു കണ്ടങ്ങിയിരിക്കുന്ന പുള്ളിനെ കണ്ടില്ലെന്നു വരുത്തുന്നു.